ചെറുകുന്ന പൂങ്കാവ് റോഡരികിൽ പുനർനിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പൊതുകുളം മഴ പെയ്തതോടെ അപകടാവസ്ഥയിലായി. നിലവിൽ പ്രവൃത്തി പാതി വഴിയിലായ അവസ്ഥയാണ്. അതേസമയം സ്ഥലം സംബന്ധമായ തർക്കമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഒരു കാലത്ത് ശുദ്ധജലം ലഭിച്ചിരുന്ന കുളമായിരുന്നു ഇത്. ആളുകൾ മാലിന്യം വലിച്ചെറിഞ്ഞും പ്രദേശം കാടുമൂടിയതോടെയും കുളം ഉപയോഗശൂന്യമായി. KSTP റോഡിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിന് കൈവരികൾ പോലും അധികൃതർ നിർമ്മിച്ചിരുന്നില്ല. നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചെറുകുന്ന് പഞ്ചായത്ത് 12 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിക്കാൻ തീരുമാനിച്ചത്. ഒരു മാസം മുൻപ് കുളത്തിലെ മണ്ണ് നീക്കം ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി സ്ഥലത്തിൽ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ പ്രവൃത്തി നിലച്ചു. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ കാലതാമസം നേരിടുകയാണ് നിലവിൽ. ഇതിന് താലൂക്ക് അധികൃതരുടെ നടപടിക്കായാണ് കാത്തിരിക്കുന്നത്. അതിനിടെ മഴ കൂടി എത്തിയതാണ് പ്രശ്നം രൂക്ഷമാക്കിയത്. ഇപ്പോൾ ഏറെ അപകടാവസ്ഥയിലാണ് കുളമുള്ളത്. കാരണം മഴക്ക് മുമ്പേ അതൊരു കൊളാക്കാൻ വേണ്ടി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പൂങ്കാവിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ്. അതുകൂടാതെ KSTP റോഡ് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ അവിടെ നിയന്ത്രണം വിട്ടിട്ട് അതേ ഭാഗത്ത് തന്നെ ഒരു നാനോ കാർ അടക്കം വീഴുവാനിടയായിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് ഇത്ര ആഴമില്ലാത്തതുകൊണ്ട് കാര്യമായ അപകടം സംഭവിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ മഴയടക്കം വർദ്ധിക്കുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികളടക്കം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു സുരക്ഷാ മാനദണ്ഡം പോലും അവിടെ പാലിക്കാതെയാണ് അവിടെ ഇപ്പോൾ ഒരു കുഴി കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ അതിന് സൈഡിൽ ഒരു ബാരിക്കേഡോ ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് അവിടെ ആ കുഴി അവിടെ കുഴിച്ചിട്ടുള്ളത്. പറ്റുമെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ സൈൻ ബോർഡുകളും അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലം വില്ലേജ് സ്കെച്ച് പ്രകാരമാണ് പ്രവൃത്തി നടത്തിയതെന്നും തർക്കം പരിഹരിച്ച് പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കുമെന്നും ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ പറഞ്ഞു. പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ 2024-25 പദ്ധതിയിൽപ്പെടുത്തി നവീകരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുമ്പെയാണ് നമ്മൾ കുളത്തിൻ്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. നമ്മൾ ഇത് നവീകരണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉണ്ടായിട്ടും കൂടി വില്ലേജ് ഓഫീസിൽ നിന്ന് സ്കെച്ച് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. പക്ഷേ പ്രവൃത്തി ആരംഭിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു സ്വകാര്യ വ്യക്തി അവരുടെ സ്ഥലമാണെന്ന് അവകാശം ഉന്നയിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്രവൃത്തി അവിടെ നിർത്തിവെക്കുക ചെയ്തത്. മഴ ശക്തമായാൽ കുളത്തിൽ കൂടുതൽ വെള്ളം നിറയും. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. നവീകരണ പ്രവൃത്തി വൈകിയാലും കുളത്തിന് ചുറ്റും റോഡരികിൽ സുരക്ഷാ വേലിയെങ്കിലും നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.